ഹായ് ഫ്രണ്ട്സ്. അതെ, ഇന്ന് നമുക്ക് ഒരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പി പരിചയപ്പെട്ടാലോ? വളരെ സ്വാദിഷ്ടവും പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമായ ഒരു ഡിഷാണിത്. അതിനായി ആദ്യമായി ഒരു ഉരുളി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് ചെറുതീയിൽ നന്നായി പച്ചമണം മാറുന്നവരെ ചൂടാക്കിയെടുക്കുക. ഇപ്പോൾ നന്നായി ചേർത്തിളക്കി പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന 1 കിലോ ചിക്കൻ പീസുകൾ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മസാലകളൊക്കെ പിടിക്കത്തക്കവണ്ണം നന്നായി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മസാലയെല്ലാം അത്യാവശ്യം പുരണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നന്നായി യോജിപ്പിച്ചെടുക്കാം. നന്നായി ചേർത്ത് യോജിപ്പിച്ചിളക്കിയ ശേഷം മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ പിടിച്ചു വരുവാൻ വേണ്ടി 1/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടുത്തതായി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ് എടുത്തിരിക്കുന്നത്, അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നീളത്തിൽ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും നീളത്തിൽ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും ചേർത്ത് ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോൾ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി അരിഞ്ഞ 3 മീഡിയം സൈസിലുള്ള സവാളയും ചേർത്ത് കൊടുത്ത് അതോടൊപ്പം അല്പം ഉപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം ഒരു 3/4 ഭാഗത്തോളം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചെറിയ സൈസിലുള്ള ഒരു ക്യാപ്സിക്കവും ഒരു 3-4 പച്ചമുളക് നെടുകെ പിളർന്നതും ചേർത്ത് അതോടൊപ്പം തന്നെ ഒരു പിടി തേങ്ങാക്കൊത്തും ചേർത്ത് നന്നായി ചേർത്ത് യോജിപ്പിച്ച് അടച്ചു വെച്ച് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയും ക്യാപ്സിക്കവും ഒക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് അത് വെന്തുടഞ്ഞ് വഴണ്ട് വരുമ്പോഴേക്ക് നമ്മുടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വഴണ്ട് വന്ന സവാളയിൽ ഈ മസാല ചേർത്ത ചിക്കൻ നന്നായി യോജിപ്പിച്ച് ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കുക. ഇപ്പോൾ ചിക്കനിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങി നന്നായി വെന്ത് വന്നിരിക്കുകയാണ്. അതിനാൽ ഞാനിവിടെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിരുന്നില്ല. അതിനുശേഷം അതിലേക്ക് ഒരല്പം കറിവേപ്പിലയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് 1 മിനിറ്റ് വേവിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ പെരട്ട് റെഡിയായി വരുന്നതാണ്.